ഇതല്ല ചോദിക്കണം അല്ലേ? ശിർക്കല്ല എന്ന് പറഞ്ഞു. എവിടെ? ഞാൻ പറഞ്ഞു. എവിടെ പറഞ്ഞു? ഇസ്തിഖാമയിൽ പറഞ്ഞു. 2012 അതിനുശേഷല്ലേ ഞാൻ തെറ്റി പറയുന്നത് പറയുന്നത് അല്ലേ? കേട്ടോ? അവിടെ ഇരിക്കൂ, കേട്ടോളൂ. എന്നെ പറ്റി പറഞ്ഞ ആരും മറുപടി കേട്ടോളൂ. 2009 മാർച്ച് 25, 2009 മാർച്ച് 25 കേട്ടോളൂ. മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്താ പറഞ്ഞു കേട്ടോളൂ. വിജനപ്രദേശത്ത് ഞാൻ വ്യാഖ്യാനിക്കട്ടെ. വിജനമായ പ്രദേശം, ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ? ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള, വിജനപ്രദേശത്ത് ഉണ്ടാകാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അവ ജിന്നുകളോട് സഹായം തേടാം, നിങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുന്ന എഴുതിയത്, ശബാബിൽ എഴുതിയത് നിങ്ങൾ സവാരത്ത് മുക്കാക്കി യുവതയ്ക്ക് കാശാക്കുന്നു. 22 ക്യാരറ്റ് ചെറുക്കല്ലെന്നല്ല, തീർന്നില്ല. അവിടെ 22 ക്യാരറ്റ് ചെറുക്ക് ജബ്ബാർ മൗലവി എഴുതിയത് ചെറിയ മുന്ന എഴുതി. എന്താ? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോ മലക്കുകളോ അവരുടെ ശബ്ദം കേൾക്കുമെന്ന് കരുതി സഹായം നേടിയാൽ അത് ചെറുക്കാണോ ചെറുക്കല്ലേ? എന്താണ് ഇത് പറഞ്ഞത്? ചെറുക്കാണോ ചെറുക്കല്ലെന്നോ? എന്താ പറഞ്ഞത്? ചെറുക്ക്. 22 ക്യാരറ്റ് ചെറുക്ക്. അവിടെ തീർന്നില്ല, ബഹളം വെക്കും. എന്താ സംഭവം? അവരുടെ മൗലവി എഴുതി എന്ന കണ്ണറ വെച്ച് പ്രായം ചെന്ന ഒരു മൗലവിയെ കാണിച്ചു തന്നില്ലേ? കൊണ്ടോട്ടിക്കടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി. 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ്, 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് 42ാമത്തെ പേജ്. ഇനി ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനോ. ആരൊക്കെ ഉള്ളത് അറിയാം നിങ്ങൾ? പത്രാധിപ സമിതി ഹുസൈൻ സലഫി, ഡോക്ടർ KK സക്കരിയ സലാഹി, പി അബ്ദുൽ ജബ്ബാർ മൗലവി, MP ഖാദിർ കരുവമ്പൊയ്യൽ, ഷാഫി സലാഹി ചങ്ങലേരി, അബ്ദുൽ ഖാദിർ കൊണ്ടോട്ടി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അമീർ ഒതുക്കുങ്ങൽ. ഇതിൽ എഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട്. അതിൽപ്പെട്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി. എന്താ എഴുതിയത്? 42ാമത്തെ പേജ്. സംഭവം എന്താ അറിയോ? കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായചേട്ടം അതിലില്ല. വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, കുടുങ്ങിപ്പോയി. അപ്പൊ അവിടുന്ന് മലക്കു കേൾക്കും ജിന്ന് കേൾക്കും എന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 ക്യാരറ്റ് ശിർക്കാണ്. കണ്ടോ? 22 ക്യാരറ്റ് ശിർക്കാണ് എങ്കിൽ ആ 22 ക്യാരറ്റ് ശിർക്ക് ഇവിടെ എവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആ പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ആ 22 ക്യാരറ്റ് ശിർക്ക് ദാ പിടിച്ചോ. എന്താ പറയണത്? എവിടുന്നാ പഠിക്കുന്നത്? എന്താ ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത്? അത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ 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 ഒത്തു നോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ, വായിച്ചു നോക്കൂ. ഇത് രണ്ടും ഒത്തു വായിച്ചു നോക്കൂ. എന്താ ഇതിനകത്തുള്ളത് അറിയാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് 2 വട്ടം വായിച്ചല്ലോ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഈ ഇസ്രായേലുള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. പത്രാധിപ സമിതി കേട്ടല്ലോ. എന്താ ഇസ്രായേലുള്ളത് കേട്ടോ? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായചേട്ടം അതിലില്ല. ഇതാണ് ഇതിനകത്തുള്ള വാചകം.
അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ ദാ യുവത പ്രസിദ്ധീകരിച്ചത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ എഴുതിയ ചോദ്യോത്തരങ്ങൾ സമാഹരിച്ച പുസ്തകം. ഈ പുസ്തകത്തിൽ പറഞ്ഞു കേട്ടോളൂ, കൃത്യമായി കേട്ടോളൂ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഒന്നുകൂടി കേട്ടോ, ഇത് ഇസ്ലാഹല്ല, പ്രാർത്ഥന തൗഹീദ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്താ പറയുന്നത് കേട്ടോളൂ. വിജനപ്രദേശം ഞാൻ വ്യാഖ്യാനിക്കട്ടില്ല, വിജനമായൊരു പ്രദേശം. ആ വിജനപ്രദേശത്ത് അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ? ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അവ ജിന്നുകളോട് സഹായം തേടാം, നിങ്ങളുടെ ഭാഷ പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുണ്ടം എഴുതിയത്, ഷബാബിൽ എഴുതിയത് നിങ്ങൾ സമാഹരിച്ച് ബുക്കാക്കി യുവത വിറ്റ് കാശാക്കുന്നു. 22 ക്യാരറ്റ് ശിർക്ക്. ആ 22 ക്യാരറ്റ് ശിർക്ക് എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്?